ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എത്ര പൂജയും ഹോമവും സംഹാരവും ഒക്കെ നടത്തിയിട്ടും സാധിക്കാത്തവരാണ് ബി ജെ പിക്കാർ. അവർ അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷേ മാരാർജി ഭവനിൽ ഇത്തവണ നടന്ന ഒരു ശത്രുസംഹാര പൂജ അത് ഏൽക്കേണ്ടടുത്ത് തന്നെ ഏറ്റിട്ടുണ്ട്. ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് നിരന്തരം പണിയുന്നത് ആരെന്ന അന്വേഷണം സി ഐ ഡികളെ ഏൽപ്പിച്ചിട്ടും ഒന്നും നടന്നില്ല. അപ്പോഴാണ് ശത്രുസംഹാര പൂജ എന്ന കടുത്ത പ്രയോഗവുമായി ആർ സി രംഗത്തെത്തിയത്. അതേറ്റത് ബി ജെ പിയുടെ മീഡിയ കൺവീനർക്ക് തന്നെ. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാർട്ടി ആസ്ഥാനമായ മാരാജി ഭവനിൽ നടത്തിയ ആ കടുത്ത ശത്രുസംഹാര പൂജ ഏറ്റത് പാർട്ടിയുടെ സംസ്ഥാന മീഡിയ കൺവീനറായ സന്ദീപ് സോമനാഥനാണ്. പൂജ നടത്തി ഒരാഴ്ചക്കകം ശത്രു വീഴുമെന്ന ജോത്സ്യയുടെ പ്രവചനം അച്ചട്ടായി. മാരാജി ഭവനിൽ മുരളീധരന്റെ ചാരൻ ആരാണെന്ന രാജീവ് ചന്ദ്രശേഖരുടെ ആ സംശയത്തിനും ഇതോട് ഉത്തരമായി. എന്തായാലും ആ ജ്യോതിഷിക്ക് നന്ദി. പാർട്ടി ആസ്ഥാനത്തെ രഹസ്യങ്ങൾ കൃത്യമായി എതിർ ക്യാമ്പിൽ എത്തിക്കുന്നത്, എതിർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ വി മുരളീധരൻ ക്യാമ്പ്, അത് ആരാണെന്നത് കണ്ടെത്തുന്നത് രാജീവ് ചന്ദ്രശേഖരൻ വലിയ തലവേദനയാണ്. സഹകരണ ബാങ്ക് അഴിമതി കേസിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബി ജെ പി കൗൺസിലറുടെ പരാതി രാജീവ് ചന്ദ്രശേഖർ അവഗണിച്ചു എന്ന് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതിനെ കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അതടക്കം തലവേദനയെ മാറിയിരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ദുർമരണങ്ങളും അന്വർത്ഥങ്ങളും അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ തുടർക്കഥയായ ബി ജെ പിയുടെ അന്തരീക്ഷത്തിലാണ് ജനറൽ സെക്രട്ടറി സുരേഷിന്റെ ഉപദേശം കണ്ട് രാജീവ് ചന്ദ്രശേഖർ ജ്യോതിഷിയെ പോയി കണ്ടത്. ജ്യോതിഷി പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരുടെ ശത്രുവിന്റെ ചാരൻ മാരാജി ഭവനിൽ തന്നെയുണ്ട്. ഒരു ശത്രു സംഹാര പൂജ നടത്തിക്കൊള്ളൂ, ചാരൻ ആരാണെന്ന് വളരെ വ്യക്തമാകും. അച്ചട്ടാണ് ഒരാഴ്ചക്കകം നടന്നിരിക്കുമെന്ന് ജോത്സർ പറഞ്ഞതോടെയാണ് രഹസ്യമായി മാരാജി ഭവനിൽ ഒരു പൂജ നടത്തിയത്. പക്ഷേ പൂജയുടെ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങളിലെത്തി. 5 പേർ മാത്രം പങ്കെടുത്ത ചടങ്ങിൽ ചാരൻ ആരാണെന്ന് അന്വേഷണം നടത്തുന്നതിനിടെയാണ് മീഡിയ കൺവീനർ സന്ദീപ് സോമനാഥ് കാലൊടിഞ്ഞ് കിടപ്പിലായത്. ഇതോടെ മാരാജി ഭവനിലെ രാജീവ് ചന്ദ്രശേഖരന്റെ ആ ടീമും ഉറപ്പിച്ചു ആരാണ് പ്രധാന ചാരൻ. രണ്ടുപേർക്കും അറിയാം ഇത് ചെയ്യിച്ചതാരാണെന്നും പെട്ടതെങ്ങനെയുമാണ്. മുരളീധരന്റെ വിശ്വസ്തനാണ് സന്ദീപ് എന്നും തുടർ അന്വേഷണത്തിൽ വെളിപ്പെട്ടുവെന്നാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ ക്യാമ്പുകൾ പറയുന്നത്. എന്തായാലും വിശ്രമത്തിന് ശേഷം ഇതേ സന്ദീപ് സോമനാഥ് തിരിച്ച് സധൈര്യം മാരാജി ഭവനിൽ എത്തിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെയും സുരേഷിന്റെയും കണ്ണിലെ കല്ലായ ഇതേ സന്ദീപിന്റെ തുടർ നീക്കങ്ങൾ എന്തായാലും ഇപ്പോൾ മാരാജി ഭവനിലെ CCTV-കൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ഇനി കടം പ്രയോഗമോ വെട്ടിനിരത്തിലോ ഒന്നും സാധിക്കില്ല. എല്ലാത്തിനും ഒരു സമയം വേണ്ടി, അല്ലെങ്കിൽ വീണ്ടും പാർട്ടി മാറിക്കൊണ്ടേയിരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖരന് ഇപ്പോഴറിയാം. അപ്പോൾ ഇനി അടുത്ത പൂജയ്ക്ക് മുമ്പ് കാത്തിരിക്കുക. അതാണ് രാജീവ് ചന്ദ്രശേഖരനും സുരേഷിനോടും ജ്യോതിഷി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്.